എനിക്ക് വേണ്ട പ്രീതിച്ചി. വേണ്ടെന്നോ? വിജയൻ ഇന്നലെ രാത്രിയിൽ ഒന്നും കഴിച്ചില്ലല്ലോ. തൊണ്ടയ്ക്ക് താഴോട്ട് വല്ലത് ഇറങ്ങണ്ട ചന്ദ്രേട്ടാ. എന്റെ കൊച്ചു വല്ലതും കഴിച്ചോന്ന് അറിയില്ലല്ലോ. അവൾ എവിടെയാണെന്ന് പോലും. എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ. എനിക്കൊരു ചായ എന്നാ മതി പ്രതീക്ഷ. പോലീസ് സ്റ്റേഷനിലൊന്ന് പോകണ്ടേ ചന്ദ്രേട്ടാ? നമ്മൾ ഉന്തിയാൽ അവർ അന്വേഷണത്തിന് ഇറങ്ങും. കഴിച്ചിട്ട് പോവാം. എന്തെങ്കിലും ഒന്ന് കഴിക്കു വിജയ. വിജയന് മാറാൻ ഷർട്ട് വേണോ? എന്റെ ഷർട്ട് പാകാകുമെന്നറിയില്ല. ശരിയാ, ഇന്നലെ ഇട്ട ഷർട്ടല്ലേ, ആകെ മുഷിഞ്ഞു. ഓ, ഇതൊക്കെ മതി. നമ്മൾ സുഖത്തിലും സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോഴല്ലേ നല്ല ഡ്രസ്സൊക്കെ വേണമെന്ന് തോന്നണേ. ആശുപത്രിയിലും മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിക്ക് ഡ്രസ്സ് ഒരു പ്രശ്നമാണോ? യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നവന് ഡ്രസ്സ് ഒരു പ്രശ്നമാണോ? എനിക്കിപ്പോ ഒരു കീറത്തുണി ധാരാളം. അതാണ് എൻ്റെ മാനസികാവസ്ഥ. ഏതോ ഒരു വണ്ടി വന്നല്ലോ. അച്ഛ പോലീസ്. പോലീസിന്റെ ജീപ്പ് വന്നിരിക്കുന്നു. ഏയ്, ചന്ദ്രേട്ടനോട് ഇരുന്ന് കഴിക്കേ, ഞാൻ നോക്കിക്കോളാം. സാർ, കയറി വരണം. ഈ വീട്ടിൽ വെച്ചാണ് നിങ്ങളുടെ ദത്തുപുത്രിയെ കാണാതായത് അല്ലേ? ഈ വീട്ടിൽ ആരൊക്കെയുണ്ട്? സർ, ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ, എൻ്റെ 2 കുട്ടികൾ, പിന്നെ ജാനിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ നിങ്ങളുടെ ഭാര്യ? പ്രീതേ, പ്രീതേ. കുട്ടിയെ കാണാതാവുമ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ? എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർ. നിങ്ങളുടെ ഭാര്യ എവിടെ പോയി? ഞാനും വൈഫും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു. ഏത് ഹോസ്പിറ്റലിൽ? എന്തിനു പോയി? ആർക്കാണ് അസുഖം?